ഹായ് മാന്യ സുഹൃത്തുക്കളെ, ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ചെയ്യുന്ന കൃഷി രണ്ടാഴ്ചയ്ക്ക് മുമ്പ് പൊന്നാങ്കണ്ണി ചീര നട്ടിരുന്നു. ആ പൊന്നാങ്കണ്ണി ചീരയെല്ലാം ഇപ്പോൾ നല്ലവണ്ണം കിളിച്ച് നിൽക്കുകയാണ്. അപ്പോഴിപ്പം മഴയുടെ കാഠിന്യം അല്പം കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ മഴ പെയ്ത് ഇതിൻ്റെ ചുവടൊക്കെ കട്ടിയായി, മണ്ണ് നല്ല കട്ടിയായി. അങ്ങനെ കട്ടിയാവുന്നുണ്ടെങ്കിൽ ഏത് സസ്യത്തിൻ്റെയും വേരോട്ടം, എല്ലാ സസ്യങ്ങളുടെയും വേരോട്ടം ശക്തമാവില്ല. അതായത് കട്ടിയായ മണ്ണിലൂടെ പ്രത്യേകിച്ചും ദുർബല സസ്യങ്ങളായ ചീര, പച്ചക്കറികൾ ഇതിൻ്റെ വേരിന് ശക്തമായി പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതായത് ലവണങ്ങളും ജലവും ഒന്നും വലിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മഴക്കാലം കഴിയുന്നതോടുകൂടി, അത് കഠിനമായ മഴ കഴിയുന്നതോടുകൂടി എല്ലാ സസ്യങ്ങളുടെയും ഇടകൾ ഒന്ന് ഇളക്കി കൊടുക്കുക, മണ്ണൊന്ന് ഇളക്കി കൊടുക്കേണ്ടത് നല്ലതാണ്. അങ്ങനെ ആയാലേ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിളവ് ഏത് പച്ചക്കറിയിൽ നിന്നും ലഭിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പൊന്നാങ്കണ്ണി ചീരയുടെ ചുവട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് മണ്ണ് ഇളക്കി കൊടുത്താൽ ഈ ഓണത്തിന് നമുക്ക് ഇഷ്ടംപോലെ പൊന്നാങ്കണ്ണി ചീര നമുക്ക് ലഭ്യമാകും. അപ്പോൾ ഇതിൻ്റെ ചുവടൊക്കെ ഇളക്കി നല്ല വൃത്തിയാക്കി ഇനിയും പ്രത്യേകിച്ച് ഒന്നും ചെയ്യണമെന്നില്ല. ഇനി അടുത്ത സീസണിൽ ഇതിനുള്ള ചുവട് ഇളക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകം നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പോഷകസമ്പുഷ്ടം ആയ ഒരു ചീരയാണ് പൊന്നാങ്കണ്ണി ചീര. ഇത് പണ്ട് കാലം മുതലേ ഈ ചീര നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഇത് ഏറെ പ്രചാരം നേടിയത്. ഇതിൻ്റെ പ്രത്യേകതയായിട്ട് പ്രചരിപ്പിക്കുന്നത് കണ്ണുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ഇത് കഴിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രചാരം നേടി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അവരനുണ്ട്, അതായത് ഇതിൻ്റെ കൂട്ടിരിക്കുന്ന അവരനുണ്ട്. ഇത് തിരിച്ചറിയാനുള്ള ഏകമാർഗം, ഇതിന് 2 കളറുണ്ടാവും. നല്ല സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ഒരു കളറും, സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുന്ന ഒരു കളറും. ആ കളർ നോക്കി നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ ഇത് ഒരു 2 മൂട് നട്ടു വളർത്താൻ നമുക്ക് എല്ലാവർക്കും പറ്റും. ഗ്രോ ബാഗിലും ചട്ടിയിലും ചാക്കിലും മണ്ണിലും ഒക്കെ നട്ടു വളർത്താൻ സാധിക്കും. ഒരു പ്രയാസമില്ല. ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്ത് മണ്ണിലോട്ട് വെച്ച് കൊടുത്താൽ മതി. സൂര്യപ്രകാശം കിട്ടണമെന്നുള്ളതേ ഉള്ളൂ. ചൂടും സൂര്യപ്രകാശവും കിട്ടുന്നത് വളരെ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. മറ്റ് ചീര കറി വെക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ചീരയും കറി വെക്കാം. ഇന്നത്തെ നമ്മുടെ കൃഷിപ്പണിയിൽ പൊന്നാങ്കണ്ണി ചീരയ്ക്ക് കുത്തി അതിൻ്റെ ചൂടൊക്കെ ഇളക്കി. ഇനി നമ്മൾ റോബസ്റ്റ എന്ന് പറയുന്ന വാഴയാണിത്. ഇതിപ്പോൾ വെച്ചിട്ടൊരു 1.5 മാസം ആയതേ ഉള്ളൂ. ഈ വാഴ വിത്ത് വെച്ചിട്ട് നമുക്കറിയാം, ഏറ്റവും പെട്ടെന്ന്, ഏറ്റവും എളുപ്പത്തിൽ കുലയ്ക്കുകയും ഏറ്റവും കൂടുതൽ തൂക്കമുള്ള കുലകൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു വാഴയാണ് ഈ റോബസ്റ്റ എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് വെച്ചാൽ അധികം ഉയരത്തിൽ ഇത് പോകത്തില്ല. വളരെ ഉയരക്കുറവുള്ള ഒരു വാഴയിനമാണ്. നല്ല രീതിയിൽ പരിചരണം കൊടുത്താൽ 60 കിലോ വരെ തൂക്കം ഉള്ള കുലകൾ നമുക്ക് സാധാരണഗതിയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കുലകൾക്ക് ഒരു ഊന്നുകമ്പ് കൊടുത്ത് നിർത്തണം. എങ്കിൽ മാത്രമേ ആ കുല ഒടിഞ്ഞു വീഴാതെ വിളഞ്ഞ് കിട്ടത്തുള്ളൂ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഷുഗർ രോഗമുള്ളവർക്കും ഇത് കഴിക്കാം എന്നുള്ളതാണ്. നിരവധി ആഹാര വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇത് വേവിച്ച് കഴിക്കാൻ കൊള്ളാം. അതുപോലെ തന്നെ പഴുപ്പിച്ച് കഴിക്കാം. പിന്നെ തോരന്, അവിയൽ, മറ്റ് കറികൾ ഒക്കെ ഉണ്ടാക്കാൻ കൊള്ളാം. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് വൈൻ ഉണ്ടാക്കാം. വൈൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ നല്ല പഴങ്ങൾ എടുക്കുക. നല്ല പഴങ്ങളെടുത്ത് പൊളിച്ച് തൊലിയെ കളഞ്ഞതിന് ശേഷം അത് വട്ടത്തിലരിഞ്ഞ് വൈനുണ്ടാക്കാം. അത് നമ്മുടെ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഷുഗർ രഹിത പഴമായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇതും നമ്മൾ മുമ്പേ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ മഴക്കാലത്തിന് ശേഷം, കഠിനമായ മഴയ്ക്ക് ശേഷം ഇതിൻ്റെ എല്ലാം ചുവട് കട്ടിയായി കിടക്കുകയാണ്. അതാണ് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുവടൊന്ന് ഇളക്കി കൊടുത്തെങ്കിലേ ഇതിൻ്റെ വേരോട്ടം ശക്തിയാവത്തുള്ളൂ. അങ്ങനെ വേരോട്ടം നല്ല രീതിയിൽ ശക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ ഇതിന് വളം വലിച്ചെടുക്കും. ഇതിന് വലിയ വളമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഇതിനിട്ട് കൊടുക്കുന്നത് ചില കുറച്ച് ചാണകപ്പൊടിയും അല്പം എല്ലുപൊടിയും മാത്രമേ ഇതിന് ഞാൻ ഇട്ട് കൊടുക്കുന്നു. വേറെ വളമൊന്നും ഇട്ട് കൊടുക്കില്ല. പിന്നെ കൊല വന്നതിന് ശേഷം അല്പം പിണ്ണാക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കും. വേപ്പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടെ ഇട്ട് കൊടുക്കും. അങ്ങനെ ചൂടും അടുപ്പിക്കും. ഇത്രയും വളങ്ങളെ ഞാൻ ചെയ്യത്തുള്ളൂ. വേറെ വളങ്ങളൊന്നും ഞാൻ ഇതിന് സാധാരണ ഇതിൽ ചെയ്യാറില്ല. നല്ല കൊലകളും കിട്ടാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കൊല വെട്ടുന്നുള്ള ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. അപ്പോൾ പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള കൃഷി രീതികളെ പറ്റിയുള്ള അറിവ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നത് കാണാൻ താല്പര്യമെങ്കിൽ, ഒറ്റയ്ക്ക് നമുക്കൊരു വീട്ടിലെ ഒരാൾക്ക് നമുക്ക് ആവശ്യമുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന രീതി മനസ്സിലാക്കണമെങ്കിൽ, അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമെങ്കിൽ, പ്രിയമുള്ളവരെ, ആദ്യമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നാളിതുവരെ പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുകയാണ്. അപ്പം നമുക്ക് ബാക്കി ചെയ്യാം. അപ്പം ബാക്കി ചെയ്യുന്നത് നമുക്ക് കാണാം.
അപ്പോൾ ഇതിൻ്റെ ചുവട് നമ്മൾ ചിരണ്ടി അടുപ്പിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, ഏറ്റവും ചൂട് ഭാഗത്തിൽ നിന്ന് കുന്താലി ചെറുതായിട്ട് നമ്മൾ മണ്ണിലോട്ട് ആഴ്ത്താവും, ഇല്ലെങ്കിൽ അതിൻ്റെ വേര് പൊട്ടിപ്പോവും. കഴിയുന്നു ഈ സമയത്ത് വേര് പൊട്ടാതിരിക്കുന്നതാണ് നല്ലത്. വേര് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ വളം, അത് വലിച്ചെടുത്ത വളമൊക്കെ അങ്ങ് പോകാനുള്ള സാധ്യതയുണ്ട്. അല്പം അകലോട്ട് പോകുന്തോറും കുന്താലി അല്പം ആഴത്തിൽ കിളയ്ക്കണം. അങ്ങനെ വേണം ഇതിൻ്റെ ചുവട് നമ്മൾ ശരിയാക്കി എടുക്കാൻ. നമ്മൾ സ്വന്തമായിട്ടായാലും നമ്മൾ ജോലിക്കാരെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിലും ആ ഒരു നിർദ്ദേശം കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യിക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് കിട്ടത്തില്ല. ഇപ്പോഴേ ഈ വാഴയുടെ ചുവട് അല്ല മണ്ണ് മൊത്തം ഇളക്കി കളഞ്ഞു. ഇനി ഇപ്പോഴെങ്ങും നമുക്ക് ഇതിനൊന്നും ചെയ്യണ്ട. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാട് മൊത്തം ഇളവി, മണ്ണ് ഇളവി. ഈ വാഴ ഇനി ഒരു 1-2 മാസത്തിനുള്ളിൽ ഇത് തീർച്ചയായിട്ടും ഇത് കുലയ്ക്കും. വളരെ ഉയരം കുറഞ്ഞ വാഴയിനമാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത ഉള്ളത്, തൂക്കം കൂടുതൽ കിട്ടുമെങ്കിലും മാർക്കറ്റിൽ വില അല്പം കുറവാണ്. പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് ഒരു 2-3 മൂട നട്ടുപിടിപ്പിക്കുമെങ്കിൽ പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.